സ്ക്രിൽ അക്കൗണ്ട് വഴി മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക്, അതായത് മറ്റൊരാളുടെ സ്ക്രിൽ അക്കൗണ്ടിലേക്ക് കുറഞ്ഞ ചെലവിൽ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ IQ ഓപ്ഷൻ, എക്സ്പെർട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ ബിനോമോ തുടങ്ങിയ ഓൺലൈൻ ട്രേഡിംഗ് വെബ്സൈറ്റുകളിൽ നിന്നും പൈസ നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ അവ നമുക്ക് വിഡ്രോവൽ ചെയ്യുന്നതിനും നമുക്ക് സ്ക്രിൽ അക്കൗണ്ട് വളരെയധികം അത്യാവശ്യമാണ്. ഈ സ്ക്രിൽ അക്കൗണ്ട് വഴിയായിരിക്കും നമുക്ക് പൈസ വിഡ്രോവൽ ചെയ്ത് ലഭിക്കുന്നത്. അതേപോലെ വിദേശത്തുള്ള പല ഓൺലൈൻ വെബ്സൈറ്റുകളിലും നമുക്ക് ഈസിയായി ജോലിയെടുക്കുന്നതിനും അവ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും പിൻവലിക്കുന്നതിനും നമുക്ക് സ്ക്രിൽ അക്കൗണ്ട് വളരെയധികം അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള ഒരു സ്ക്രിൽ അക്കൗണ്ട് എങ്ങനെ നമുക്ക് മൊബൈലിൽ വളരെ എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം, അതിനുശേഷം എങ്ങനെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാം, അതായത് വിഡ്രോവൽ ചെയ്യുന്നതിന് വേണ്ടി വെരിഫൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സ്ക്രിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. സ്ക്രിൽ അക്കൗണ്ടുമായിട്ടുള്ള നിങ്ങളുടെ എന്ത് സംശയങ്ങളും നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ സ്ക്രിൽ അക്കൗണ്ടുമായിട്ടുള്ള വിശദമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ വെബ്സൈറ്റിൽ സന്ദർശിക്കാവുന്നതാണ്. വെബ്സൈറ്റിൽ എല്ലാ കാര്യങ്ങൾക്കുമുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കും. വിശദമായി തന്നെ അതിൽ മലയാളത്തിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെബ്സൈറ്റ് തീർച്ചയായും സന്ദർശിക്കുക. സ്ക്രിൽ അക്കൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നേരെ വീഡിയോ കാണാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും സ്ക്രില്ലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസോടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം, ലോഗിൻ, സൈനപ്പ്. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് ആദ്യമായി രജിസ്റ്റർ ചെയ്യുമ്പോൾ സൈനപ്പ് ആണ് കൊടുക്കേണ്ടത്. അവിടെ സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ഇമെയിൽ ID സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇല്ല എങ്കിൽ നമ്മുടെ ഒരു ഇമെയിൽ ID അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ നമുക്ക് കാണാം, ഒരു വിൻഡോ തുറന്നു വരും. ഇവിടെ നമ്മുടെ പേര്, ആദ്യ നെയിം, രണ്ട് പേരുകൾ, അതായത് ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID വീണ്ടും നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ്, നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. മിനിമം 8 ക്യാരക്ടർ മുതൽ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാം. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, അത് നമ്മൾ വായിച്ചതിന് ശേഷം അതുപോലെ ചെയ്യുക. അക്കങ്ങളും ചിഹ്നങ്ങളും സിമ്പലും എല്ലാം ഉള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് താഴെ നമ്മുടെ രാജ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് രാജ്യത്താണോ നമ്മളിപ്പോൾ നിലവിലുള്ളത് ആ രാജ്യം നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് കറൻസിയാണോ ഉപയോഗിക്കുന്നത്, നമുക്ക് ഇന്ത്യ സെലക്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പി എന്ന് വരും. അല്ല എങ്കിൽ മറ്റൊരു രാജ്യമാണ് സെലക്ട് ചെയ്യുക, ആ രാജ്യത്തിൻ്റെ റുപ്പി നമ്മുടെ രൂപ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെയുള്ള രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു ക്യാപ്ച കോഡ്, അതായത് നമ്മൾ ഒരു കമ്പ്യൂട്ടർ അല്ല, നമ്മളൊരു മനുഷ്യനാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചിത്രങ്ങൾ വരും. അതിൽ നിന്നും ഇവിടെ ഒരു ബ്രിഡ്ജാണ്, ഒരു പാലമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ എത്ര പാലങ്ങളുണ്ട്, 3 മിനിമം ഉണ്ടാവും. 3 ചിത്രം സെലക്ട് ചെയ്ത് വെരിഫൈ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഫോണിലാണ് ഇത് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ലോക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് സാധാ ലോഗിൻ ചെയ്യുന്നതിനുള്ള ലോക്കും ഉപയോഗിക്കാം. അതിനൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം, ഒരു 6 അക്ക പാസ്വേഡ്. അതായത് നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് എപ്പോൾ ഉപയോഗിക്കുന്നതിനുള്ള ആദ്യ ഒരു പാസ്വേഡാണ്. നമ്മളത് വീണ്ടും ഒരിക്കൽ കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ഈ 6 അക്ക പാസ്വേഡ് ഉപയോഗിച്ചായിരിക്കും നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. 1 2 3 4 അങ്ങനെയുള്ള പാസ്വേഡൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു 6 അക്കമായിരിക്കണം നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും, അതായത് നമ്മുടെ സ്ക്രിൽ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും മുകളിൽ ബാലൻസ് കാണാം. അതിനുശേഷം നമ്മുടെ ഒരു ഡാഷ്ബോർഡാണ്, അതിൽ താഴെ ഡാഷ്ബോർഡ്, ഡെപ്പോസിറ്റ്, സെൻഡ്, വിഡ്രോവൽ, ഇങ്ങനെ 4 ഓപ്ഷനായിരിക്കും കാണാൻ സാധിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഡാഷ്ബോർഡ്, അതാണ് നമ്മളിവിടെ കാണുന്നത്. അതിനുശേഷം നമുക്ക് ആ ഡാഷ്ബോർഡ് ഒരിക്കൽ കൂടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് തന്നെ ആയിരിക്കും
നമുക്കതുപോലെ ഏറ്റവും മുകളിൽ വലത് സൈഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര്, നമ്മുടെ കസ്റ്റമർ ID തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. അതിന് താഴെ പേഴ്സണൽ ഡീറ്റെയിൽസ് അമർത്തിയാൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അറിയാം. ബാക്കി പ്രൈവസി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്, നമുക്കത് നോക്കാവുന്നതാണ്. അതിനുശേഷം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ്, നമ്മുടെ കയ്യിലുള്ള ATM കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നമുക്കവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ അഡീഷണൽ പേയ്മെൻറ്റ് മെത്തേഡുകളായിട്ട് നമുക്ക് ബിറ്റ്കോയിനും നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം. ഇന്ത്യയിലാണെങ്കിൽ UPI സിസ്റ്റം വഴി നമുക്കിതിലേക്ക് പൈസ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ സ്ക്രിൽ അക്കൗണ്ടിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെറ്റ് ബാങ്കിങ് വഴിയും അഡീഷണൽ പേയ്മെൻറ്റ് മെത്തേഡ്, അതായത് ബിറ്റ്കോയിൻ വഴിയോ UPI വഴിയോ ATM കാർഡ് വഴിയോ നമുക്ക് പൈസ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷമാണ് മറ്റൊരു സ്ക്രിൽ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അടുത്ത് കാണുന്ന ഓപ്ഷൻ മൂന്നാമത്തത് സെൻഡ് എന്നാണ്. ഈ സെൻഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാം. അതായത് മറ്റൊരു സ്ക്രിൽ അക്കൗണ്ടിലേക്ക് ഇമെയിൽ വഴിയോ മൊബൈൽ നമ്പർ വഴിയോ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. അതായത് മറ്റൊരു ആളുടെ സ്ക്രിൽ അക്കൗണ്ടിൻ്റെ ഇമെയിൽ IDയോ അല്ലെങ്കിൽ അവരുടെ മൊബൈൽ നമ്പറിലോ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൈസ അയക്കാം. അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തുള്ള ആളുടെ സ്ക്രിൽ അക്കൗണ്ടിലേക്ക് അയക്കുന്നതിനും നമുക്ക് ഇതിൽ ഓപ്ഷൻ ഉണ്ട്. നമുക്കതാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് പൈസ അയക്കുന്നതിന് മുന്നേ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. അതെങ്ങനെയെന്ന് കാണിക്കാം. നമുക്കിവിടെ നമ്മുടെ കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് നമ്മുടെ ഫോണിലെ കോൺടാക്ട്സിൽ സ്ക്രിൽ അക്കൗണ്ട് ആഡ് ചെയ്തവരുണ്ടെങ്കിൽ അത് നമുക്കിവിടെ തെളിഞ്ഞു വരും. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സ്ക്രിൽ അക്കൗണ്ട് ഉള്ള ആളുടെ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താലും നമുക്ക് അതുവഴി പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് മറ്റൊരാൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയാൽ അത് പിൻവലിക്കുന്നതിനാണ് ഏറ്റവും അവസാനമുള്ള വിഡ്രോവൽ ഓപ്ഷൻ ഉള്ളത്. നമുക്കവിടെ ഇവിടെ വിഡ്രോവൽ ചെയ്യാൻ അക്കൗണ്ടിൽ ബാലൻസ് ഒന്നുമില്ല. വിഡ്രോവൽ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് വേണം. ഞാനിവിടെ ബാലൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് കാണിക്കുന്നതാണ്. നമുക്കിവിടെ ബാലൻസ് കാണിക്കുന്നുണ്ട് വിഡ്രോവൽ. അപ്പോൾ ഇത് IQ ഓപ്ഷൻ അല്ലെ നെറ്റ് ബാങ്കിങ് വഴി മാസ്റ്റർ കാർഡ്, ഇങ്ങനെ 3 ഓപ്ഷൻ വഴി കിട്ടിയ പൈസയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ട്രേഡ് ചെയ്യുന്നതാണ് IQ ഓപ്ഷൻ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി, പിന്നെ മാസ്റ്റർ കാർഡ്. 3ൻ്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ ഡെപ്പോസിറ്റ് ചെയ്തത് ഇത്തരത്തിലാണ്. ഞാൻ നേരത്തെ കാണിച്ചു. ഞാനിവിടെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്, അതുവഴി ചെയ്തു. അതിന് തൊട്ട് താഴെ നമുക്ക് ആഡ് ന്യൂ കാർഡ്, വേറെയും എത്ര കാർഡ് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മൾ കാർഡ് ആഡ് ചെയ്യുന്നതിന് നമുക്ക് കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ കാർഡിൻ്റെ പിന്നിലുള്ള CVV കോഡ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്ക്രിൽ അക്കൗണ്ടിലേക്ക് നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്നും പൈസ ഡെപ്പോസിറ്റ് ആവുന്നതാണ്. അതായത് ട്രാൻസ്ഫറായി സ്ക്രിൽ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. നെറ്റ് ബാങ്കിങ് ആണെങ്കിലും ഇതേ പോലെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പാൻ കാർഡിൻ്റെ നമ്പരും ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് നെറ്റ് ബാങ്കിങ് വഴിയും നമുക്ക് ആദ്യം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതായത് സ്ക്രിൽ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ സ്ക്രിൽ അക്കൗണ്ടിലുള്ള പൈസ പിൻവലിക്കുന്നതിന് താഴെയുള്ള വിഡ്രോവൽ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. നമ്മളവിടെ നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് അവിടെ ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ അക്കൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം വെരിഫിക്കേഷൻ ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് നമുക്കിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അക്കൗണ്ട് ആഡ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. അക്കൗണ്ട് നമ്പരും അല്ലെങ്കിൽ ATM കാർഡ് ഉപയോഗിച്ച് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആടാവുന്നതാണ്. അതിനുശേഷം ഏറ്റവും താഴെയുള്ള ഗോ ടു skrill.com എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ക്രോമോ ഏതെങ്കിലും വെബ് ബ്രൗസർ ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സ്ക്രില്ലിൻ്റെ വെബ്സൈറ്റിലേക്ക് എത്തുന്നതായിരിക്കും. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ സ്ക്രിൽ അക്കൗണ്ട് എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്ത് അപ്പോൾ ഉപയോഗിച്ച ഇമെയിൽ IDയും പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ ഒരു വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അവിടെ എന്തെങ്കിലും ഒന്ന് പിക്ചർ വരും, ആദ്യം കാണിച്ചതുപോലെ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. 3-ലധികം പിക്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വെരിഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം വലത് സൈഡ് താഴെ. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, ചെക്ക് യുവർ ഫോൺ. അപ്പോൾ അത് നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. നമുക്ക് മുകളിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രില്ലിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നില്ലെങ്കിൽ താഴെയുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് മുകളിൽ നിന്നും
ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ കാണും. ജസ്റ്റ് അതിലൊന്ന് ഇവിടെ ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് കാണും. അതായത് നമുക്ക് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടെ സെൻഡ് ചെയ്യും. ഡ്രാഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരും. അവിടെ യെസ് ലോഗിങ് എന്ന് പറയുന്നത് കൊടുക്കുക. അതിന് തൊട്ട് മുമ്പ് മുകളിലുള്ള ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം യെസ് ലോഗിങ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ നമ്മുടെ ബാലൻസ് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാം. അത് നമ്മുടെ മൊബൈൽ ആപ്പിൽ തുറന്നതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലും നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ ഇടത് സൈഡ് 3 വര കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രിൽ അക്കൗണ്ടിൻ്റെ ഓപ്ഷൻസുകളെല്ലാം കാണാം. ഇവിടെ നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് സെറ്റിങ്സ് എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെറ്റിങ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും കാണുന്നത്. അതിൽ നമുക്ക് ഏറ്റവും താഴെയായി വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് അവിടെ വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വെരിഫിക്കേഷൻ വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാവുന്നതാണ്. വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ തുറന്നു വരും. ഇവിടെ നമ്മുടെ രാജ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇന്ത്യ. അതിനുശേഷം തൊട്ട് താഴെ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഐഡൻറ്റിറ്റി കാർഡ്, ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഏത് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സബ്മിറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഫോട്ടോ അല്ലെ നമ്മുടെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ടേക്ക് ഫോട്ടോ ആദ്യത്തെ ഓപ്ഷൻ ഉപയോഗിക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ക്യാമറ ഓണായി വരുന്നതായിരിക്കും. അതിനുവേണ്ടി അലോ ചെയ്ത് കൊടുക്കുക ക്യാമറ ഓൺ ആവുന്നതിന് ഈ ആപ്ലിക്കേഷനിൽ. അതിനുശേഷം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫോട്ടോ നമ്മളവിടെ ക്യാപ്ചർ ചെയ്യുക. അതിനുശേഷം കൺഫേം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആണെങ്കിൽ ബാക്ക് വശവും നമ്മൾ അതുപോലെ ഫോട്ടോ എടുക്കേണ്ടതാണ്. ക്യാമറ ഓൺ ചെയ്ത് കൊടുക്കുക. ബാക്ക് സൈഡും ക്യാപ്ചർ ചെയ്യുക. കൺഫേം കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കൺഫേം കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫേസ്, അതായത് നമ്മുടെ മുഖം, സെൽഫിയാണ്. നമ്മുടെ മുഖവുമായിട്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ID കാർഡിലുള്ള ഫോട്ടോ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഫേസ് വെരിഫിക്കേഷന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ റൗണ്ടിനകത്ത് കാണുന്ന കറക്റ്റായി നിൽക്കുക. അപ്പോൾ നമുക്ക് സൂം ചെയ്യും. അവർ നമ്മുടെ കണ്ണിൻ്റെ പിക്ചേഴ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഓക്കെ അടിക്കുക. ഒരു വെരിഫിക്കേഷൻ ചെയ്യും കമ്പ്യൂട്ടറായിട്ട്. അത് ശരിയാണെങ്കിൽ സക്സസ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നതായിരിക്കും. ഇനി 24 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഈ സെറ്റിങ്സ് എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആയി എന്ന് കാണാൻ സാധിക്കും. അതായത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ വീണ്ടും സ്ക്രില്ലിൻ്റെ വെബ്സൈറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള 3 വര ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണാം. ഫസ്റ്റ് കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, അതിനുശേഷം എല്ലാം വെരിഫൈ ആയിട്ടുള്ളതെല്ലാം, പേഴ്സണൽ കാര്യങ്ങളെല്ലാം വെരിഫൈ ആയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഏറ്റവും താഴെ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നമുക്ക് ജസ്റ്റ് ആരൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അക്കൗണ്ട് വെരിഫിക്കേഷൻ, യുവർ അക്കൗണ്ട് ഫുള്ളി വെരിഫൈഡ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്.